ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചൂട് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല കറുമുറയിന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ല പോലെ തന്നെ ചൂടായി വരുമ്പോൾ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം നന്നായിട്ട് തന്നെ പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി അരിഞ്ഞെടുത്തതാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ എണ്ണയിൽ നല്ലപോലെ തന്നെ മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലപോലെ തന്നെ ഒന്ന് മൊരിഞ്ഞ് വരണം. ഇപ്പോൾ ഈ ഒരു സവാളയുടെ കളറൊക്കെ നന്നായിട്ട് തന്നെ മാറി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലേശം കറിവേപ്പില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഉപ്പ് നമ്മൾ വെള്ളത്തിനും റവയ്ക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പാകത്തിനുള്ള ഉപ്പാണ് കേട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ ഇതാ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് 2 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൽ ഉപ്പൊക്കെ പാകമാണെന്നൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുത്ത റവയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് ലേശം ഒന്ന് കുറയ്ക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ, ഓപ്ഷണലാണ്. ഒരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത്. അതും മഞ്ഞൾപ്പൊടി നമുക്ക് നല്ലതാണല്ലോ കഴിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഇതാ വെള്ളം തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കുക. കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടിപ്പിടിക്കാതെ വേണം കേട്ടോ ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവയും മുഴുവനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഫ്ലെയിം നല്ല പോലെ കുറച്ച് വെക്കുക. എന്നിട്ട് ഇത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതിലുള്ള വെള്ളം നല്ല പോലെ വറ്റി ആ ഒരു റവ നല്ല പോലെ വെന്ത് വരും കൂടെ വേണം കേട്ടോ. അതുപോലെ തന്നെ അടിപ്പിടിക്കാതെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കും കൂടെ വേണം. അപ്പോൾ അതായത് ഇതിലത്തെ വെള്ളം വറ്റി വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ഒരു ചൂടോടെ തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പോളം അരിപ്പൊടി ചേർക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടോടെ തന്നെ വേണം കേട്ടോ അരിപ്പൊടി ചേർക്കാനായിട്ടും. നമ്മൾ ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒരു അരിപ്പൊടിയാണ്. അപ്പോൾ തന്നെ ഞാൻ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു ഇളം ചൂട്ടിൽ വേണം നമ്മളിത് മൊത്തത്തിലൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ ഇത് നല്ല പോലെ തന്നെ ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വടയുടെ ഷേപ്പിലാക്കിയെടുക്കാം. അപ്പോൾ കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന് കുറച്ച് മാവ് എടുത്തിട്ട് കൈ വെച്ചിട്ട് ആദ്യം നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക. അതിനുശേഷം നമ്മളിത് ഒരു ഉഴുന്ന് വടയുടെ ഷേപ്പ് ആക്കിയെടുക്കുക കേട്ടോ. കൈ വെച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. നമുക്കിത് വറുത്തെടുക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം പറയുന്നത്. അപ്പോൾ തന്നെ ഇതെല്ലാതും ഉഴുന്നുവടയുടെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ എണ്ണ ചൂടാവാൻ വേണ്ടി വെക്കുക. ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിം ഇട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ സാധാ ഉഴുന്ന് വെച്ചിട്ടുള്ള ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇത് കുറച്ചൊന്ന് ടൈം എടുക്കും. റവ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പോലെ വെന്ത് വരണമല്ലോ. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. എന്നാലാണ് നന്നായിട്ട് തന്നെ മുരിഞ്ഞ് എല്ലാ ഭാഗവും നല്ല പോലെ വെന്ത് വരുള്ളൂ. ഇതിൻ്റെ കളറൊന്ന് നല്ലൊരു ബ്രൗൺ കളർ നമ്മൾ ശരിക്കും ഉഴുന്നുവട ചുട്ടെടുക്കുമ്പോൾ എങ്ങനെയാണോ ആ ഒരു രീതിക്ക് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് സ്പൂൺ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും ഒന്ന് മൊരിയിച്ചെടുക്കുക. നല്ലൊരു ഡാർക്ക് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ ഒരുപാട് എണ്ണ കുടിക്കുകയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ്, ഒരുപാട് എണ്ണ കുടിക്കുക അങ്ങനെയൊന്നുമില്ല. ഒന്ന് വെന്ത് വരാൻ മാത്രം കുറച്ചൊന്ന് ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതാ നമ്മുടെ ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറം ഭാഗം നല്ല മുരിഞ്ഞിട്ടാണെങ്കിലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതും കൂടെയാണ്. നമ്മൾ ആ ഒരു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊണ്ടാണ് അതിൻ്റെ ഉൾഭാഗം ഒന്ന് മഞ്ഞ കളറായിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന ആ ഒരു വെള്ള കളറിൽ തന്നെയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുമല്ല ഇപ്പം നല്ല മഴയുടെ സമയമാണ്. ചൂട് ചായൻ്റെ കൂടെ കഴിക്കാൻ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയും കൂടെയാണ്. നമ്മൾ ഉഴുന്നുവടയാകുമ്പോൾ അത് കുതിരാൻ വേണ്ടി ഇടണം, ഉണ്ടാക്കിയെടുക്കാൻ ടൈം എടുക്കും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.